വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. കൃത്യമായിട്ട് ഓവുലേഷൻ നടന്നിട്ടും ഹസ്ബൻഡിന്റെ സെമനാലിസിസ് ഒക്കെ പ്രോപ്പർ ആയിട്ടും IUI ചെയ്തിട്ടും ഒക്കെ പല ആളുകൾക്കും പ്രഗ്നൻസി പിടിച്ചു കിട്ടി കഴിഞ്ഞിട്ടും നെഗറ്റീവ് ആയി പോകാറുണ്ട്, അതായത് മിസ്കാരേജ് ആയി പോകാറുണ്ട്. ചില ആളുകൾക്ക് എന്തെല്ലാം ട്രീറ്റ്മെന്റുകളും നടത്തിയിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാറില്ല, പോസിറ്റീവ് റിസൾട്ട് കിട്ടാറില്ല. അങ്ങനെയുള്ള ആളുകൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ പറ്റിയിട്ടാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എൻഡോമെട്രിയത്തിൽ പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞു വളരുന്നത്. ഏകദേശം നമ്മുടെ പീരിയഡ്സിന്റെ ആ ഒരു ടൈം മുതൽ തന്നെ ഗ്രോ ആവാനായിട്ട് തുടങ്ങുന്ന നമ്മുടെ എൻഡോമെട്രിയം നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ ഷെഡായിട്ട് പീരിയഡ്സ് ബ്ലഡിന്റെ കൂടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ മന്തും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിനെ ആ ഒരു ഗ്രോത്തിന് കൃത്യമായിട്ട് ഒരു പങ്ക് എൻഡോമെട്രിയൽ ലൈനിങ്ങും കൂടി വഹിക്കുന്നുണ്ട്. എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോകുന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 7 to 8 mm നമുക്ക് ഈ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് വേണ്ടത്. ഈ തിക്നെസ് വളരെ കുറവാണെങ്കിൽ 7നേക്കാളും താഴെയായിട്ടാണ് എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ പ്രോപ്പർ ആയിട്ടുള്ള തിക്നെസ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അവിടെ പിടിച്ച് കുഞ്ഞിന് വളരാനായിട്ട് സിറ്റുവേഷൻ ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിലോ ബീജത്തിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെങ്കിലോ പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവില്ല. കാരണം ഫെർട്ടിലൈസേഷൻ നടന്നാലും ഇംപ്ലാന്റേഷൻ നടക്കില്ല. എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോവുകയും പീരിയഡ്സ് വരികയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിൻ എൻഡോമെട്രിയം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കണം. തിൻ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ കണ്ടീഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. കൃത്യമായിട്ട് മെൻസ്ട്രേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബ്ലീഡിംഗ്. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് പീരിയഡ്സ് വരുന്നുണ്ടല്ലോ അത് പോരെ എന്നുള്ള രീതിക്ക്. പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഇടവേളകളിലല്ല നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നതെങ്കിൽ അതുമൂലം മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. 21നും 35നും ഇടയിലായിട്ട് റെഗുലർ അല്ലാതെ പീരിയഡ്സ് ആകുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, അവരുടെ അണ്ടം കൃത്യമായിട്ട് വളരില്ല, റപ്ചർ ആവില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ മെൻസ്ട്രേഷൻ റെഗുലർ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്യണം. അടുത്തൊരു ബുദ്ധിമുട്ടാണ് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുക. ഒരിക്കലും പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് പോകാത്ത സിറ്റുവേഷൻ, നമുക്കൊരു 2-3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്ലീഡിംഗ് ഇല്ലെങ്കിൽ നമുക്കത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ചിലർക്കൊക്കെ ഭയങ്കര സ്കാൻഡി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആയിരിക്കും, ഒരു ദിവസം പോലും പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പോവില്ല. അങ്ങനെ പീരിയഡ്സ് ആണ് നിങ്ങൾക്കെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ലൈറ്റ് ബ്ലീഡിംഗ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ ഉടനെ നിങ്ങൾ ഡോക്ടറെ കാണാം. എന്തുകൊണ്ടാണ് ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. മൂന്നാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റിയാണ്. അതായത് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ടും പോസിറ്റീവ് ആകാത്ത ഒരു സിറ്റുവേഷൻ. പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുത്തിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും IUI ചെയ്തിട്ടും IVF ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് ഈ ഒരു റീസണും കൂടി കൊണ്ടാണ് കേട്ടോ. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മിസ്കാരേജ് നിങ്ങൾക്ക് ഉണ്ടാവുക. ചില ആളുകൾ പറയുന്നുണ്ട്, ചേച്ചി പ്രഗ്നൻസി പോസിറ്റീവ് ആയിരുന്നു, ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ കെമിക്കൽ പ്രഗ്നൻസി ആയിപ്പോയി. അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് കൃത്യമായിട്ടെല്ലാം ഉണ്ടായി, സ്കാനിങ് വരെ എത്തിയതാണ്, പക്ഷേ ഗ്രോത്ത് നിന്നുപോയി, തനിയെ മിസ്കാരേജ് ആയി പോയി, അതിനുശേഷം DNC ചെയ്ത് കളയേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നവരുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. തിൻ എൻഡോമെട്രിയം ആണോ നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ആർക്കൊക്കെ തിൻ എൻഡോമെട്രിയം എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുമെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് സ്ട്രെസ് നിങ്ങൾ ഉള്ളവരാണ്, അല്ലെങ്കിൽ ഒരുപാട് അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് തിൻ എൻഡോമെട്രിയം ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമത്തെ റീസൺ ആണ് PCOD. PCOD നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെ ബാലൻസിൽ നമുക്ക് വ്യത്യാസം വരും, ഈസ്ട്രജന്റെ ഡൊമിനൻസ് നമുക്കുണ്ടാകും. അങ്ങനെ ഒരു ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടായിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്കും PCOD ഉള്ള ആളുകൾക്കും തിൻ എൻഡോമെട്രിയൽ ലൈനിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 8ലധികം ആളുകൾക്ക് PCOS ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ 8ലധികം ആളുകൾക്ക് PCOS ഉണ്ടാകുമ്പോഴേക്കും അതിൽ ചിലപ്പോൾ 2-3 ആളുകൾക്ക് തിൻ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ കണ്ടീഷനും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് ആണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് 20s ആളുകൾക്ക് ചിലപ്പോൾ എൻഡോമെട്രിയം പ്രോപ്പർ ആയിട്ട് വളരും, പക്ഷെ 30s ആകുമ്പോഴേക്കും അത് കുറച്ചൊന്ന് കുറയും. 40s ആകുമ്പോൾ അല്ലെങ്കിൽ 35 ആകുമ്പോൾ പിന്നെയും കുറയും, 40 ആകുമ്പോൾ പിന്നെയും കുറയും. ഏജ് അപ്പോൾ ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഏജ് ഒരുപാട് നിങ്ങൾ നീട്ടിക്കൊണ്ട് പോകാതെ നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
അടുത്ത റീസൺ ആണ് നമുക്ക് പുവർ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നത്. അതായത് നമ്മളുടെ ഒരു അണ്ടമാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്റെ ബീജമാണെങ്കിലും എൻഡോമെട്രിയൽ ലൈനിങ് ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ വളരണമെങ്കിൽ ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് തന്നെ ഉണ്ടാവണം. ഈ ഫ്ലോ അവിടെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അണ്ടത്തിന് വളരാൻ പറ്റില്ല. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാവില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ തന്നെ കരുതി കൂട്ടി വെച്ചിട്ടല്ല ബ്ലഡ് ഫ്ലോ കുറയുന്നത്. മറ്റു പല ഹെൽത്ത് കണ്ടീഷനും നമുക്കുണ്ടെങ്കിലും ബ്ലഡ് ഫ്ലോ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ആണ് ഒബിസിറ്റി. അതായത് നമുക്ക് അമിതമായിട്ടുള്ള ശരീരഭാരമുണ്ട്, ഫാറ്റ് കൂടുതലായിട്ട് ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നവരാണ് നിങ്ങളെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ബ്ലഡ് ഫ്ലോനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഫാറ്റ് ഇഷ്യൂസ് കൂടുതലായിട്ട് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല കേട്ടോ. അടുത്ത റീസൺ ആണ് നമ്മുടെ ബി പിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്. ഹൈ ബി പി ഉള്ള ആളുകൾക്ക് ബ്ലഡ് ഫ്ലോനെ അഫക്റ്റ് ചെയ്യാനായിട്ട് അത് ചാൻസ് ഉണ്ട്. മറ്റൊരു റീസൺ ആണ് ബർത്ത് കൺട്രോൾ പിൽസ്. ഒരുപാട് ആളുകൾ ബർത്ത് കൺട്രോൾ പിൽസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ബർത്ത് കൺട്രോൾ എന്നുള്ള രീതിക്ക് ചില ആളുകൾ കുറച്ചധികം മാസത്തേക്ക് ബർത്ത് കൺട്രോൾ പിൽസ് എടുക്കാറുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുള്ള സമയം വരെ നിങ്ങൾ ആ പില്ല് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു ബർത്ത് കൺട്രോൾ അല്ലെങ്കിൽ പ്രിക്വേഷൻ എന്നുള്ള രീതിക്ക് ഇങ്ങനെയുള്ള പിൽസ് എടുക്കുന്നത് നിങ്ങളുടെ ബ്ലഡ് ഫ്ലോനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് ആളുകൾ വൺസ് ഒരു പ്രിസ്ക്രിപ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ മെഡിസിൻ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ബർത്ത് കൺട്രോളിന്റെ എന്തെങ്കിലും ഒരു മെഡിസിൻ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഈവൻ PCODക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്ക് എടുക്കണമെന്ന് വിശദമായും നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആ സർട്ടൻ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മെഡിസിൻ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യും കേട്ടോ. അടുത്ത ഫാക്ടറാണ് ഫൈബ്രോയിഡ്. നമ്മുടെ യൂട്രസിൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളരുന്നതിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫൈബ്രോയിഡ് ഉള്ള ആളുകൾ സ്കാനൊക്കെ ചെയ്യുമ്പോഴേക്കും എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ്സും അതുപോലെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. അടുത്തതായിട്ട് ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത ആളുകളും ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടും പ്രഗ്നൻസി കിട്ടാത്ത ആളുകളും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഭക്ഷ്യവസ്തുക്കളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാർജിനിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉള്ളവർ എടുക്കാനായിട്ട്. റെഡ് മീറ്റ്, അതായത് നമ്മളുടെ റെഡ് കളറിലുണ്ടാവുന്ന മാംസങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ്. റെഡ് മീറ്റ് കഴിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ എടുക്കേണ്ട. കുറഞ്ഞ അളവിൽ, അതായത് ഒരു ദിവസം നിങ്ങളിപ്പോൾ എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചെറുതായിട്ടുള്ള ഒരു പോർഷൻ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു നേരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഫിഷ് ആണെങ്കിലും നല്ല ഫിഷ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നാളുകൾ വെള്ളത്തിൽ കിടന്ന നല്ല വലിയ ഫിഷ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ചെറു മത്സ്യങ്ങൾ കഴിക്കുന്നതാണ് കേട്ടോ. അടുത്തൊരു കണ്ടീഷൻ, അടുത്തതായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത് വിറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ബദാം കഴിക്കുക, സൺഫ്ലവർ സീഡ് എടുക്കുക, അവോക്കാഡോ, ബീറ്റ്റൂട്ട്, ഇതെല്ലാം നല്ലതാണ്. അതുപോലെ ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിലോട്ട് നമ്മൾ വരുമ്പോഴേക്കും മാതള നാരങ്ങ, ഓറഞ്ച്, അതുപോലെ ലെമൺ, വാട്ടർമെലൺ, ഇതെല്ലാം നല്ലതായിരിക്കും. അതുപോലെ തന്നെ നൈട്രിക് ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ മാതള നാരങ്ങയൊക്കെ എടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും വെസലിന്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഒരുപാട് ഞാൻ ഈ ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ സ്ട്രെസ് കൂടുന്നതാണ്. അതുകൊണ്ട് കഴിവതും അത് റിഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞുണ്ടാകാത്തത് കൊണ്ടുള്ള ടെൻഷനെ മാത്രമല്ല സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. അത് മാത്രമല്ല ഫെർട്ടിലിറ്റി എഫക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ മറ്റേതെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, വർക്ക് പ്രഷർ ആണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ ആണെങ്കിലും, ഇൻലോസിന്റെ ഇടയിലോ നിങ്ങൾ പാർട്ട്നേഴ്സിന്റെ ഇടയിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഈ വ്യത്യാസങ്ങളെ ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടും സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ ഒരുപാട് ഇൻക്രീസ് ആകുമ്പോഴേക്കും മറ്റു പല ഹോർമോൺസിന്റെ പ്രവർത്തനം ഇത് സപ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അത് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കഴിവതും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും മൈൻഡ് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ മാത്രമാണ്. ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റും അതിന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിജോസ് വേൾഡ് എന്ന് നമ്മുടെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബിൽ, അതായത് ആ ഒരു ടാബിന്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതല്ലാത്ത ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ഇതാകുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, മാലാസന എക്സസൈസ്, ബ്രിഡ്ജ് പോസ്, ഇതെല്ലാം നല്ലതാണ് കേട്ടോ.
അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാസ്റ്റർ ഓയിൽ പാക്ക്. കാസ്റ്റർ ഓയിൽ പാക്ക് നിങ്ങൾ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ദിജോസ് വേൾഡ് കാസ്റ്റർ ഓയിൽ പാക്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വയറിൽ ആവണക്കെണ്ണ ഇട്ടിട്ട് ഹോട്ട് ബാഗ് വെച്ചിട്ട് ചൂട് പിടിക്കുന്ന ഒരു മെത്തേഡാണത്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര എഫക്റ്റീവായിട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് തിക്കണാവാൻ നിങ്ങളെ സഹായിക്കുന്നവയാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.